വെൽക്കം ടു റൂട്സ് ടു റെസിപ്പി. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഡയബറ്റീസുകാർക്ക് കഴിക്കാവുന്ന ഒരു മെഡിസിനെ കുറിച്ചാണ്. ഈ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ട്സാണ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന പ്ലാന്റാണ് മസ്കോട്ട ദേവ പ്ലാന്റ്. ഞാനിത് നട്ടിരിക്കുന്നത് ഞങ്ങളുടെ ചെടികളുടെ കൂട്ടത്തിലാണ്. വേറെ 2-3 തൈകൾ കൂടി ഞങ്ങൾ നട്ടിട്ടുണ്ട്. ചെടിയുടെ ഇടയ്ക്ക് നടാനുള്ളൊരു കാരണം ഇതിനകത്ത് ഫ്രൂട്ട്സ് ഉണ്ടായി കഴിഞ്ഞ് അത് പഴുത്ത് വരുമ്പോൾ നല്ല ഒരു റെഡ് കളറാണ്. അത് കാണാനും നല്ല ഭംഗിയാണ്. ഇതിനകത്തുനിന്ന് ചെറിയ ചെനപ്പുകളൊക്കെ വരുന്നുണ്ട്. പൂവിടാൻ സാധ്യതയുണ്ട്. മസ്കോട്ട ദേവ, ഗോഡ്സ് ക്രൗൺ, ദൈവത്തിൻ്റെ കിരീടം എന്ന് അറിയപ്പെടുന്ന ഈ ഫുഡ്സ് ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡിനൊക്കെ പറ്റിയ ഒരു ഫുഡ്സാണെന്നാണ് അറിയപ്പെടുക. ഇത് പഴുത്ത് നല്ല റെഡ് കളറാവുമ്പോഴാണ് നമ്മൾ പറിച്ചെടുക്കുക. നല്ല റെഡ് കളറായിട്ട് വരും. നന്നായി പഴുത്ത് കിടക്കുന്ന മസ്കോട്ട ദേവ ഫ്രൂട്ട്സ് കാണാവുന്നതാണ്. മസ്കോട്ട ദേവ എന്ന ഈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, എങ്ങനെ ഉണങ്ങിയെടുക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഉണക്കിയെടുത്ത് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അകത്ത് നല്ല മാംസളമായിട്ടുള്ള ഇതാണ്. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ജാതിയുടെ ഇതുപോലെയാണ് ഇത്. ഇനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് ഉണക്കിയെടുക്കണം. ജാതിക്കായയുടെ കായ പോലെ ഉള്ളിൽ ഒരു കായുണ്ട്. ഇതിന് മുറിച്ച് നമുക്ക് വേണമെങ്കിൽ കായ മാത്രം എടുത്ത് നടാവുന്നതാണ്. അങ്ങനെ 4 ദിവസങ്ങൾ കൊണ്ട് നമ്മളന്ന് അരിഞ്ഞ് വെച്ച മസ്കോട്ട ദേവ ഫ്രൂട്ട്സ് ഉണക്കിയെടുത്തതാണിത്. നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പല ദിവസവും നമുക്ക് പല ഫ്രൂട്ട്സ് കിട്ടുമ്പോൾ ഇതുപോലെ ഉണക്കി ടിന്നിലിട്ട് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. നമ്മുടെ ആവശ്യാനുസരണം നമുക്കെടുത്ത് തിളപ്പിച്ച് വെള്ളം കുടിക്കാം. ഇതിൽ നിന്ന് ഒരു 3-4 എണ്ണം എടുത്ത് തിളപ്പിച്ചാൽ മതി. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 4 കഷ്ണം, അതായത് നമ്മൾ അരിഞ്ഞെടുത്ത 4 ഉണങ്ങിയ കഷ്ണം നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ കാണുന്ന മസ്കോട്ട ദേവ ഫ്രൂട്ട്സ് പല ദിവസം കൊണ്ട് ഉണക്കിയെടുത്തതാണ്. പല ഫ്രൂട്ട്സാണിത്. നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. ഇങ്ങനെ ഉണക്കിയെടുത്ത ഈ ഫ്രൂട്ട്സ് ഒരു ടിന്നിലിട്ട് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. അതിൽ നിന്ന് ആവശ്യാനുസരണം 3-4 എണ്ണം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു ദിവസം പല പ്രാവശ്യമായിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. വെള്ളം തിളപ്പിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസ്കോട്ട ദേവ ഫ്രൂട്ട്സ് ഒരു 4 കഷ്ണം നമുക്കതിലേക്ക് ഇടാം. അങ്ങനെ വെള്ളം നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കളർ മാറ്റം ഉണ്ടെങ്കിൽ ഇതിന് യാതൊരു ടേസ്റ്റ് മാറ്റവും ഇല്ല കേട്ടോ. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അങ്ങനെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു വെള്ളമാണിത്. ഡയബറ്റീസുകാർക്ക് കുടിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ഇതെന്ന് പറയാം. ഒരു ദിവസം 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് കുടിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റും ഒന്നുമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.